ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രസ്റ്റ് മീ. എൻ്റെ പേര് അശ്വതി. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ കുറച്ച് പരിപാടികളൊക്കെയുള്ള ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പരിപാടികൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ പരിപാടിയായിട്ടുള്ള റീസ്റ്റോക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് അരിയൊക്കെ പൊടിപ്പിക്കാനായിട്ട് ഇന്ന് വെയിലത്തേക്ക് ഇടാണ് കേട്ടോ. ഇപ്പം ഓണവെയിലെന്ന് പറയാനായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടാറില്ല. ഇപ്പം മഴയൊക്കെയാണല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അരി പൊടിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കഴുകി കൊണ്ടുവന്ന് ഇടുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നല്ല വെയിലത്തിട്ട് അരി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ അരിപ്പൊടി കുറേ നാളത്തേക്ക് ചീത്തയൊന്നും ആവാതെ നല്ലോണം ഇരിക്കും കേട്ടോ. അല്ലാതെ നമുക്ക് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് കഴുകിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. പക്ഷെ കുറച്ച് നാളൂടെ കേടുകൂടാതിരിക്കേണ്ട വഴിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞിക്കുട്ടികൾ ഇവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് ഉള്ളത്. ഇപ്പം ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റൂം ക്ലീനിങ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരികയാണ്. അപ്പം അതിനോടൊക്കെ അനുബന്ധിച്ചൊരു റൂം ക്ലീനിങ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ എനിക്കൊന്ന് ഒരു റൂം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്താ റൂം ഡെക്കോർ പോലൊക്കെ എനിക്കൊരു മേക്ക് ഓവർ ചെയ്യണം എന്നുണ്ട്. എത്രമാത്രം അത് ഓക്കെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ തട്ടൊക്കെ ഉണ്ടായത് കാരണം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പം അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൊടി വീഴും കേട്ടോ. അപ്പം അതൊക്കെ തട്ടി നേരെ നേരത്തെ കാലത്തുമൊക്കെ സെറ്റാക്കി വെച്ചിരുന്നാൽ നമുക്ക് അത്രയും തന്നെ പണി കുറവായിരിക്കും. അങ്ങനെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലപോലെ പൊടി വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു പാർട്ട് മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിശക്കൂലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ശർക്കരയും ഇച്ചിരി കരിക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് ടു വീണ്ടും ക്ലീനിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പ്ലേ ടൈം ആവാം. അപ്പോൾ അതായത് ഈ പൂച്ചക്കുട്ടി അതിൻ്റെ അമ്മയും ഒക്കെ നമുക്ക് വീട്ടിൽ വന്ന് കയറിയതാണ്. അപ്പം നമ്മൾ അല്ലാതെ വളർത്തിയതല്ല. അപ്പം അതിനിങ്ങനെ കുറേ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇയാൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ഉണ്ണിമോളെ കുഞ്ഞിമോളെ അങ്ങനെ പല പല പേരിലാണ് ആളെ വിളിക്കാറ്. ഈ എല്ലാ പൂച്ചയ്ക്കും ഇത് കണക്ക് ഈ പന്ത് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അത് കണക്ക് ഇയാൾക്ക് കുറേ പരിപാടികളുണ്ട്. ചാടി അടിക്കുക, അത് കണക്ക് തന്നെ ഈ കതവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൈ ഇട്ടിട്ട് തള്ളി തുറക്കുക, അങ്ങനത്തെ പരിപാടിയുണ്ട്. പിന്നെ അമ്മയുമായിട്ട് ഇതാ ഇതുപോലെ തലകുത്തി മറിയുക, ഓടുക, ചാടുക, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ ഒരു രസമാണ്. ഇപ്പോൾ ഒരു ടൈം പാസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുമാത്രമല്ല ഈ പൂച്ചകൾ എങ്ങനെയാണ് അവരുടെ മക്കളെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഒളിച്ചിരുന്ന് ഇങ്ങനെ ചാടി വരുന്നതായിട്ടും ഇങ്ങനെ ഈ കുഞ്ഞിങ്ങനെ ഒളിച്ചിരുന്നിട്ട് ചാടി വരുമ്പോൾ അമ്മ ഇങ്ങനെ കാണും. പക്ഷെ ഇങ്ങനെ ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം. ഇത് അതിൻ്റെ വേറൊരു വേർഷനാണ്. ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് ചാടി വന്നൊരു കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. വൈകുന്നേരത്തെ ഒരു കലാപരിപാടിയാണ് ഇതൊക്കെ. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नो पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं गङ्गापुरीदाहनं पाश्चाद्रावणकुम्भकर्णनिधनम् एतदि रामायणं हृतजनप्रियं
പ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുഭൂവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്, നിങ്ങളാണ് ശരിക്കുള്ള അച്ഛനും മകളും. ഞാനല്ല, ഞാനൊരു കെയർ ടേക്കർ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാക്കർ മാർക്കിംഗ് ആണ്. നമ്മൾ ഈ പിൻട്രസ്റ്റിലും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഈ എസ്തെറ്റിക് വ്ളോഗിനകത്തൊക്കെ നമ്മൾ കാണത്തില്ലേ, ഇങ്ങനെ ഓരോ ട്രാക്കർ സ്ലീപ്പ് ഷെഡ്യൂള്, സ്റ്റഡി ഷെഡ്യൂളൊക്കെ നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതുപോലെ ഞാനും ഒരു 4 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷുഗറിന്, പിന്നെ സ്ലീപ്പിന്, പിന്നെ സ്റ്റഡീസ്, പിന്നെ എക്സസൈസ്. ഈ 4 കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ഒരു DIY ട്രാക്കറാണിത്. നമ്മളൊരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുത്തിട്ട് ഇങ്ങനെ മാസം എഴുതിയിട്ട് കുറേ ലൈൻസ് സെറ്റ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള കളർ വെച്ച് അതിനെ മാർക്ക് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു മാസത്തെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ട്രാക്കറിൽ എന്തായാലും അങ്ങനെ തന്നെ വരും. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഷുഗർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് അത് കുറച്ചൊന്ന് കുറയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണല്ലോ ലൈഫിലേക്ക്. അപ്പോൾ കുറച്ച് ഹെൽത്തിനുമൊക്കെ ടേക്ക് കെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഊഹത്തിൽ നിങ്ങളെല്ലാവരും ട്രാക്കർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലൊരു ട്രാക്കറൊക്കെ ചെയ്ത് ഒന്ന് സ്വന്തം ലൈഫൊന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ട്രാക്കർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു മോഡലാണ് ഞാൻ ട്രാക്കർ സെറ്റ് ചെയ്തിട്ടുള്ളത്. Few moments later. ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇത് മക്കോട്ടാദേവേൻ്റെ പൂവാണ് കേട്ടോ. അപ്പം ആ പൂവിന് ചെറിയൊരു മണമുണ്ട്. അതുപോലെ തന്നെ അതിങ്ങനെ വളർന്ന് വരുന്നൊരു ടൈപ്പാണ്, ഇങ്ങനെ ഒരു ടൈമാണ്. അപ്പം ഇതാണ് അതിൻ്റെ പാകമായിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഷുഗറിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. ഇത് അരിഞ്ഞുണക്കി അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലാണ്ട് കഴിച്ചാൽ ഒരു കയ്പ്പല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വെള്ളത്തിലിട്ട് കഴിച്ചാൽ പ്രത്യേകിച്ച് ടേസ്റ്റും ഒന്നുമില്ല, പ്രത്യേകിച്ച് ചവർപ്പോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ പുറത്ത് ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തേനും അമ്മ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും കഞ്ഞിയില്ലേ എന്ന് ചോദിക്കുന്ന കാരണം അന്ന് 3 നേരം നമുക്ക് കഞ്ഞിയാണ്. അത് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളുടെ പാൽമുളക് കുറേ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ എന്ത് ചെയ്ത് നോക്കിയപ്പോൾ അവർ കിടന്ന് ഉറങ്ങുകയാണ്, ഒരാൾ ഇന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു
എന്നാൽ പിന്നെ അകത്തേക്ക് പോയി നമ്മുടെ ഷോർട്ട് വീഡിയോ ഒന്ന് സെറ്റാക്കാം. കാരണം ഞാനൊരു കുറേ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ ഷോർട്ടിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കാണുന്നവരാണെങ്കിൽ. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലിയപ്പം റെഡിയായിരുന്നു. അത് കഴിച്ചു. പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. കാരണം ഡേ 1 തന്നെ റിപ്പീറ്റായിരുന്നു വൈകുന്നേര പ്രാർത്ഥനയൊക്കെ. സോ അടുത്ത വീഡിയോ കാണാം.